അസ്സലാമു അലൈക്കും. ഫാലിമി ബൈ റിസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെയും അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ നേരം വൈകിയാണ് അലാറം വെച്ചിട്ടും നേരം വൈകിയാണ് എണീറ്റത്, ഓഫാക്കിയിട്ട് കിടന്നു എന്ന്. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അലാറം അടിച്ചപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നേ. കണ്ടില്ലേ, നന്നായിട്ട് നേരം വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. പിന്നെ ഞാനിതിപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കിയതാണ് കേട്ടോ. നല്ല ഇരുട്ടാണ്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, വീണ്ടും അടുക്കളയിലേക്ക് പോയിട്ടോ. അപ്പോൾ നിങ്ങളുടെ നനച്ചുകൂടി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ഗൈസ്, കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഇതാ ഞാൻ ഈ ഷെൽഫൊക്കെ ഒന്ന് ഇതിലിരിക്കുന്നതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അടുക്കി പിറക്കി ഇനി വെക്കണം. അപ്പോൾ അടുക്കള കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേറെ ഒരു സ്ഥലവും സ്പേസും ഒന്നുമില്ല മാറ്റി വെക്കാനോ ഒന്നും, ഇവിടെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് എല്ലാം കൂടെ കഴുകി മാറ്റിയിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് ചോറൊക്കെ ഇതാ റൈസ് കുക്കറിൽ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പയർ മെഴുക്കുവരട്ടി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ പയർ നമ്മൾ കഴുകി ഇതാ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ദോശമാവ് ഇങ്ങനെ മേടിച്ചിട്ട് അത് കലക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ദോശമാവല്ല, ഇഡലി മാവ്, രണ്ടിനും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അത് മേടിച്ചിട്ട് ഇങ്ങനെ പൊടിയായിട്ടാണ് മേടിച്ചത്. അത് പിന്നെ ഞാനിങ്ങനെ ഇതാ കലക്കി വെച്ചു. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എത്ര ദോശ ഉണ്ടാക്കിയാലും അത് ശരിയാവുന്നില്ല. അതെന്താണെന്ന് അറിയില്ലായേ. പൊളിക്കുകയൊക്കെ ചെയ്യും, എങ്കിലും ഒരു സുഖമില്ലാത്തൊരു ദോശ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണേ. അങ്ങനെ മേടിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അതും ശരിയായിട്ടൊക്കെ വന്നു. നല്ല ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അരച്ചത്. അപ്പോൾ പിന്നെ ഒരു കപ്പളം താഴെ പോയി കുത്തിക്കൊണ്ട് വന്നിട്ട് കപ്പളം പപ്പായ അതിതാ തോരനും ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി മക്കളെ സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞ് ഇതാ പാത്രം കഴുകാനായിട്ട് നിന്നതാണ്. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ഒക്കെ അടിപൊളി വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇനി അടുക്കളയിൽ പണിയില്ല. ഇനി ഞാനും മോളും തമ്മിലുള്ള യുദ്ധം. അവളെ പെട്ടെന്ന് കുളിപ്പിച്ചു, പിന്നെ ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവളെ ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷം അവളും പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തുണിയൊക്കെ അലക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല തുണികൾ താഴെ കൊണ്ടുപോയി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അലക്കിക്കൊണ്ട് വന്നിതാ നേരത്തെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ബാക്കി വാഷിംഗ് മെഷീനിൽ നിന്നും എടുത്തതാ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഓടിപ്പോയി തൂത്തുവാരി തുടയ്ക്കാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ജോലി ഇല്ലെന്നല്ല, പിന്നെയും ജോലികളുണ്ട്. പിന്നെ മക്കൾ വന്നതിന് ശേഷമുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.